മലയാളം പോരിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അങ്കത്തട്ടിൽ പുത്തൻ തന്ത്രങ്ങൾ പയറ്റുന്നതിൽ ഇത്തവണ മറ്റു പാർട്ടികളെക്കാൾ ഏറെ മുന്നിലാണ് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവ നേതാക്കളെ ഇറക്കിയതുൾപ്പെടെ അതിനുദാഹരണങ്ങളാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസിന്റെ പുത്തൻ സർപ്രൈസുകളും തന്ത്രങ്ങളും കാണാൻ സാധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കടലോരവുമായി ബന്ധപ്പെട്ട വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസിന്റെ പുതിയ തന്ത്രങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് പൂന്തുറ, വലിയതുറ, പള്ളിത്തുറ വാർഡുകളിൽ പിണറായി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ സ്ഥിരം വാർത്തകളിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളിലൊന്നാണ് തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ദുരിത ജീവിതം. പൂന്തുറ, വലിയതുറ, പള്ളിത്തുറ, ഹാർബർ, വിഴിഞ്ഞം ഭാഗങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണെന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. അസാധാരണമായ പ്രക്ഷുബ്ധമായ കടലും മോശം കാലാവസ്ഥയും കാരണം പലപ്പോഴും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാകുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്ന പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക്. ഇപ്പോഴും അത് തുടരുന്നു. പിണറായിയുടെ ദത്തുപുത്രിയായ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ പലപ്പോഴും ഇവർക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പൂന്തുറ, വലിയതുറ, പള്ളിത്തുറ വാർഡുകളിലെ ജനങ്ങൾക്കായി സംസാരിക്കാൻ, അവർക്കൊപ്പം നിന്ന് വികസനങ്ങൾക്കും അവകാശങ്ങൾക്കുമായി പോരാടാൻ കോൺഗ്രസ് തങ്ങളുടെ ശക്തരായ വനിതാ സ്ഥാനാർത്ഥികളെ തന്നെ ഇത്തവണ രംഗത്തിറക്കിയത്. പള്ളിത്തുറ വാർഡിൽ ദീപ ഹിജിനസ്, വലിയതുറയിൽ ഷീബ പാട്രിക്, പൂന്തുറ വാർഡിൽ ശ്രുതിമോൾ എന്നിങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വെറുതെയല്ല. ഈ വാർഡുകളിൽ വിജയം ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. പള്ളിത്തുറ വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ദീപ ഹിജിനസിനെ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. സർവത്ര അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും നിറഞ്ഞ സർക്കാരിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെയും ഇടതു ദുർഭരണത്തിനെതിരെ പോരാടാൻ എല്ലായ്പ്പോഴും മുന്നിൽ നിൽക്കുന്ന സ്ത്രീശക്തിയുടെ മുന്നണി പോരാളി അതാണ് ദീപ ഹിജിനസ്. രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ആമേൻ എന്ന ഒറ്റ പ്രത്യുത്തരത്തിന്റെ ബലത്തിൽ പിറന്ന മണ്ണിനെയും വിശ്വാസത്തോടെ ആരാധിച്ചു വളർന്ന ദൈവാലയത്തെയും സ്നേഹിച്ച പ്രകൃതിയെയും ഉപേക്ഷിച്ച് കലങ്ങി മറിഞ്ഞ ഹൃദയ നൊമ്പരത്തോടെ ഇറങ്ങി പുറപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധി. അങ്ങനെ തന്നെ ദീപ ഹിജിനസിനെ നമ്മൾക്ക് വിശേഷിപ്പിക്കാം. പള്ളിത്തുറ വാർഡിൽ ജനവിധി തേടുന്ന മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദീപ ഹിജിനസിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. സാധാരണക്കാർക്കൊപ്പം നിൽക്കാനും അന്യായത്തോട് പ്രതികരിക്കാനും ജീവിതാനുഭവങ്ങൾ ദീപയെ പ്രാപ്തയാക്കി. അതിന് കോൺഗ്രസ് ദീപയ്ക്ക് കരുത്തായി നിന്നു. ബാല്യത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട കൂടപ്പിറപ്പുകൾക്ക് അമ്മയും സഹോദരിയുമായി. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി നേടിയതാണ് ദീപ ഹിജിനസിന് ഇന്നുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊപ്പം നിൽക്കാൻ, അവർക്കായി പ്രവർത്തിക്കാൻ, പള്ളിത്തുറ വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദീപ ഹിജിനസിന് സാധിക്കുമെന്നത് ഉറപ്പാണ്. പള്ളിത്തുറ വാർഡിൽ ദീപ ഹിജിനസ് ജനവിധി തേടുമ്പോൾ വലിയതുറയിൽ കോൺഗ്രസിന്റെ മറ്റൊരു വനിതാ പോരാളിയുണ്ട്, ഷീബ പാട്രിക്. വിജയഗാഥ തുടരാൻ രണ്ടാമതും സ്ഥാനാർത്ഥിയായി ഷീബ പാട്രിക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കോൺഗ്രസിനും. വലിയതുറ തീരദേശ മേഖലയിലെയും എയർപോർട്ട് മേഖലയിലും വീടുകൾ നഷ്ടമായി സ്കൂൾ ക്യാമ്പുകളിലുള്ള പരിമിതികളിൽ കഴിഞ്ഞിരുന്ന വലിയതുറ നിവാസികൾക്ക് മുട്ടത്തറയിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഉൾപ്പെടെ ഷീബ പാട്രിക് പങ്കാളിയായിരുന്നു. മാത്രമല്ല, ആദ്യം കൗൺസിലറായിരുന്നപ്പോൾ വലിയതുറ വാർഡിന് ഒരു ഹെൽത്ത് സെന്റർ വേണമെന്ന ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് ശ്രീചിത്ര നഗർ അംഗൻവാടിയുടെ മുകളിലെ നിലയിൽ ഹെൽത്ത് സെന്റർ പണിത് അത് ജനങ്ങൾക്കായി സമർപ്പിച്ച ഷീബ പാട്രിക് വീണ്ടും കൗൺസിലറായാൽ അത് വലിയതുറയുടെ സമഗ്ര വികസനത്തിനാകും വഴി തുറക്കുക. സൗജന്യ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ നിരവധി വികസനങ്ങളാണ് ഷീബ പാട്രിക്കിന്റെ നേതൃത്വത്തിൽ നടന്നത്. പുതുമുഖമായ കൗൺസിലിൽ വരികയും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ച മുതിർന്ന കൗൺസിലർമാരോടൊപ്പം പ്രവർത്തിക്കുകയും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും വിജയിച്ച ഷീബയെ വീണ്ടും കോൺഗ്രസ് കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ദീപ ഹിജിനസിനും ഷീബ പാട്രിക്കിനുമൊപ്പം തുറയെ കാക്കാൻ കോൺഗ്രസിന്റെ മറ്റൊരു മുഖം കൂടി മത്സര രംഗത്തുണ്ട്. പൂന്തുറ വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രുതിമോൾ. പൂന്തുറ വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ശ്രുതിമോളെ രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും പൂന്തുറ വാർഡിൽ നിന്നും ശ്രുതിമോൾ തന്നെയാണ് മത്സരിച്ചത്. നേരിയ ഭൂരിപക്ഷത്തിലാണ് ശ്രീമതി ശ്രുതിമോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോൽവിക്ക് വഴങ്ങിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീമതി മേരി ജിപ്സിയായിരുന്നു ജേതാവ്. ഇത്തവണ പുരുഷ സ്ഥാനാർത്ഥികളുടെ ഊഴമായിരുന്നെങ്കിലും വാർഡ് വികസനത്തെ തുടർന്ന് സ്ത്രീ സംവരണമാണ് പൂന്തുറ വാർഡിന് ലഭിച്ചത്. ഇരട്ടിയിലധികം വോട്ടർമാരാണ് ഇത്തവണ പൂന്തുറ വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മത്സരം ഓരോ സ്ഥാനാർത്ഥിക്കും കൂടുതൽ കടുപ്പമുള്ളതാകുമെന്നതിൽ സംശയമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും അധികം വോട്ടുകളുള്ള വാർഡുകളിലൊന്നാണ് പൂന്തുറ. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയിക്കേണ്ടത് ശ്രുതിമോൾക്കും കോൺഗ്രസിനും അനിവാര്യമാണ്. ഒരു കാലത്ത് മീൻപിടുത്തക്കാരുടെയും ജൈവ സമ്പദ് വ്യവസ്ഥയുടെയും കുത്തകയായിരുന്നു പൂന്തുറ, വലിയതുറ, പള്ളിത്തുറ ഉൾപ്പെടുന്നവ.
ഇതിനെല്ലാം ഉപരി ധാരാളം തൊഴിലാളി കുടുംബങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണിവ. എന്നാൽ പിണറായി സർക്കാരിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ദുർഭരണവും കാരണം വിഴിഞ്ഞത്തെ ഉൾപ്പെടെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ്. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇടത് സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയ്ക്ക് അറുതി വരുത്തേണ്ടതുണ്ട്. അതിനാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട വാർഡുകളിൽ ശക്തരായ വനിതാ സ്ഥാനാർത്ഥികളെ തന്നെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഇവരിലൂടെ തുറ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെയും ഇവിടങ്ങളിലുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും വിശ്വാസം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.